അല്ല, മോൻ ഇവിടെ ഇരിക്കായിരുന്നു. അങ്കിൾ എവിടെല്ലാം അന്വേഷിച്ചോന്നറിയ. ഇരിക്കിരിക്കെ. എന്തിനാ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നത്? സ്കൂളിൽ ചെന്ന് അന്വേഷിച്ചപ്പോ നേരത്തെ പോയിന്നറിഞ്ഞു. മോൻ എന്താ പറ്റിയത്? അങ്കിളിനറിയാം. മോനും എബിയും കൂടി ഇവിടൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടല്ലേ? പാവ എബി. ഈ ഭൂമി എത്രമാത്രം ഭംഗിയുള്ളതാണെന്നറിയാൻ ഇനി അവനില്ലല്ലോ. ആകാശവും പൂക്കളും പക്ഷികളും ഒക്കെ മോന് വിട്ടു നിന്നിട്ട് അവൻ മോനെ തനിച്ചാക്കിപ്പോയല്ലേ? രേവതി ടീച്ചറും മണിയനും എബി അവന്റെ പപ്പയും അമ്മയും ഒക്കെ എത്ര പെട്ടെന്നാ മോന് നഷ്ടമായത്. എത്രായിരം കുട്ടികൾക്ക് അവരുടെ അച്ഛനമ്മമാരെ നഷ്ടപ്പെടുന്നത്, എത്രായിരം കുട്ടികളാ കൊല്ലപ്പെടുന്നത്. ഓരോന്നും നഷ്ടമാവുമ്പോഴേ നമ്മൾ അതിന്റെ വേദന അറിയും, അല്ലേ മോനെ? ഈ ആളുകളെയൊക്കെ കൊല്ലുന്ന ആരാണെന്ന് മോൻ അറിയില്ലേ? അറിയാം. ബോംബ് കൊണ്ടും തോക്കുകൊണ്ടും ആളുകളെ കൊല്ലുന്ന മോന്റെ പപ്പയെ മോൻ അറിയാം. ആ പപ്പയെ മോൻ ഇഷ്ടമാണ്. ഇനി ഒരുപാട് ആളുകളെ മോന്റെ പപ്പ കൊല്ലും. അങ്ങനെയുള്ള പപ്പയെ മോൻ എങ്ങനെയാ സ്നേഹത്തോടെ പപ്പാന്ന് വിളിക്കുക? ആൾക്കാരെ കൊല്ലാതെ സ്നേഹിക്കല്ലേ വേണ്ടത്? മോന് സ്നേഹിക്കാൻ അറിയാം. സ്നേഹം ഉള്ളിലുണ്ടെങ്കിലേ നമുക്ക് മനുഷ്യരാകാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളൊക്കെ രാക്ഷസന്മാരാകും. രാക്ഷസനായ ആ പപ്പ എവിടെയാണുള്ളത്? മോൻ പറയില്ലെങ്കിൽ വേണ്ട. പപ്പയുടെ കൂടെ നടന്ന് ഒടുവിൽ മോനും ആളുകളെ കൊല്ലാൻ പഠിക്കാം. ഒരുപാട് ശവങ്ങളെ കൊണ്ട് ഇവിടെ നിറയും. ഇവിടുത്തെ കാറ്റിന് പോലും ചോരയുടെ മണമായിരിക്കും. അങ്ങനെ ഒരു ഭൂമിയിൽ ജീവിക്കണം. മോൻ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. അല്ലെങ്കിൽ രാജ്യം എന്നും ആദരിക്കുന്ന, രാജ്യത്തെ ആളുകളെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു നല്ല ഭാരതീയനാവുക. രണ്ട് വഴിയിൽ ഏത് വേണമെന്ന് മോന് തന്നെ തീരുമാനിക്കാം. മോനെ അന്വേഷിച്ച് രേവതി ടീച്ചറിന്റെ ബ്രദർ ഇവിടെ വന്നിരുന്നു. ടീച്ചറുമായി അവൻ നല്ല അടുപ്പത്തിലായിരുന്നല്ലോ. അപരിചിതരായ ആരോടും ഇനി ഒന്നും സംസാരിക്കണ്ട. നമ്മളിവിടുന്ന് ക്യാമ്പ് ഷിഫ്റ്റ് ചെയ്യാം. ഞാനും അൽത്താഫും വണ്ടിയുമായി വരും. മോനെയും നിന്നെയും കൊണ്ട് നേരെ ഡൽഹിക്ക്. അവിടെ നിങ്ങൾക്കൊരു ഷെൽട്ടർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യ സാധനങ്ങൾ മാത്രം എടുത്താൽ മതി. അണക്കര 8 മൈലിൻ്റെ അടുത്ത് നീ മോനെയും കൊണ്ട് വെയിറ്റ് ചെയ്യണം. എന്താ മോനെ? ഇന്ന് രാത്രി പപ്പ വരും. എന്നെയും മമ്മയും കൂട്ടിക്കൊണ്ടുപോകുന്ന പറഞ്ഞേ. അണക്കര 8 മൈലിനടുത്ത് കാത്തിരിക്കാനാ പപ്പ മമ്മയോട് പറഞ്ഞേ. ഞാൻ പോട്ടെ. ഏതാരണം കേട്ടവനാണോ എന്തോ ഇന്നത്തെ. ഇതിപ്പം വല്ലാത്ത ചതിയായിപ്പോയി സാറേ. DGP വിളിച്ച് പറഞ്ഞപ്പോ ഞാനാകെ അന്തം വിട്ടുപോയി. എന്റെ ഈശ്വര, സെൻട്രൽ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സാറിനൊരാൾ എന്റെ മുന്നിൽ നിന്ന് നാടകം കളിക്കുന്നു സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പൊറുക്കണം. താങ്ക് യു സാർ. സാർ, കോമ്പിംഗ് ഓപ്പറേഷനിലെ ഫോഴ്സ് മുഴുവൻ തലസ്ഥാനത്ത് നിന്ന് എത്തിയിട്ടുണ്ട്.
എന്താ സാറിന്റെ ഒരു വേണ്ടി വന്നാൽ മാത്രം ഫോഴ്സിനെ ഉപയോഗിച്ചാൽ മതി. ബോർഡറിലുള്ള ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ അമ്പലത്തിലാണ് അവർ താൽക്കാലികമായി ക്യാമ്പ് ചെയ്യുന്നത്. താവളം മാറ്റാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെയാണ് ആ അമ്പലം. ഇതുവഴി താഴോട്ടിറങ്ങിയാൽ മധുര റോഡാണ്. മിക്കവാറും മധുര വഴി രക്ഷപ്പെടാനായിരിക്കണം അവരുടെ പ്ലാൻ. ഫോഴ്സിനെ 3 ഗ്രൂപ്പായി തിരിക്കണം. സൗത്തിലും ഈസ്റ്റിലുമായി 2 കാട്ടുപാതകൾ അമ്പലത്തിനടുത്തേക്കുണ്ട്. നോർത്ത് സൈഡിൽ ഡെൻസ് ഫോറസ്റ്റ്. 3 വഴി നമ്മൾ ബ്ലോക്ക് ചെയ്യണം. ഈ ഭാഗത്ത് അഗാധമായ കൊക്കയായതുകൊണ്ട് ഇതുവഴി അവർക്ക് താഴോട്ടിറങ്ങാനാവില്ല. ഫോഴ്സിനെ ലീഡ് ചെയ്യുന്നത് രാജേഷ് ആയിരിക്കും. പിന്നെ അരവിന്ദൻ താങ്കളോടൊപ്പം ഉണ്ടാവും. ഓക്കെ സാർ. എത്രയും പെട്ടെന്ന് നമുക്ക് അവരെ പിടിക്കണം സാർ. ഇപ്പൊ എനിക്കൊരു ധൈര്യം തോന്നുന്നുണ്ട് സാർ. കോടമഞ്ഞ് മൂടുന്നതിന് മുമ്പ് യാത്ര തിരിക്കണം. ഫോഴ്സ് റെഡിയായാൽ ഗോ വിത്ത് ദം. ഓക്കെ സാർ. 10 ലക്ഷം രൂപ തലയ്ക്ക് വിലയുള്ള പുള്ളിയാണ് അവൻ. അവനെ പിടിച്ചില്ലെങ്കിൽ ഈ നാടാകെ കുട്ടിച്ചോറാകും. നമ്മുടെ കഷ്ടകാലത്തിന് അവനെങ്ങാനും സറണ്ടർ ചെയ്താലോ? അവനെ കൊണ്ടൊന്ന് ഇലക്ഷൻ നിർത്തി MLA യോ മന്ത്രിയോ ഒക്കെ ആക്കും. പിന്നെ അവനെ സല്യൂട്ട് ചെയ്യേണ്ട ഗതികേട് നമുക്കാ. അവനെ പിടിക്കാൻ കഴിഞ്ഞാൽ എന്റെ കാര്യം ശരിയാവും. പ്രമോഷൻ.